തന്ത്രത്തിൻ്റെ ജോമെട്രി. അപ്പോൾ പലപ്പോഴും ആദ്യം മനസ്സിലേക്ക് വരുന്നത് യന്ത്രമാണ്. ആ യന്ത്രത്തിൽ തന്നെ ശ്രീചക്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ളൊരു യന്ത്രമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൊക്കെ എത്തിയത്? തന്ത്രം എന്ന വാക്കിൽ തന്നെ യന്ത്രം എന്നൊരു വാക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. തന്ത്രം, മന്ത്രം, യന്ത്രം, ഇതിലൊക്കെ ആദ്യത്തെ അക്ഷരങ്ങൾ മാറിയാൽ ഇതെല്ലാം പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു യന്ത്രം ഏതാണ്? ഇപ്പോൾ യന്ത്രപൂജ ചെയ്യുന്ന ആളുകളോ യന്ത്രവുമായി ഇടപെടുന്ന ആളുകളോ, നമ്മൾ യന്ത്രം എന്ന് പറയുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ യന്ത്രം എന്ന് ചിന്തിക്കരുത്. ഒരു മെഷീൻ എന്നതിനെ ഒരു മെഷീൻ എന്ന് ചിന്തിക്കരുത്. യന്ത്രം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം. മുമ്പൊരിക്കൽ കേട്ടിട്ടുണ്ട് രസം വെച്ചിട്ട് മേരുണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു രസം വെച്ചിട്ട് മേരുണ്ടാക്കുന്നതെന്ന്? സത്യം പറയുകയാണെങ്കിൽ ആളുകൾ രസം അങ്ങനെ സോൾഡിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കട്ടിയാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാത്ത ആളുകളാണ് ദ സോ കോൾഡ് യുക്തിവാദികൾ. ഒരു തവണ അത് ഘരായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ദ്രാവകമാവും. ശിവവീര്യം എന്നാണ് രസത്തെക്കുറിച്ച് പറയുക. ക്ഷേത്രങ്ങളൊക്കെ കുറച്ചുകൂടി നവീനമായിട്ടുള്ളൊരു പദ്ധതിയാണ്. പണ്ട് ഇത് കാവുകളായിട്ട്, തന്ത്രത്തിന് അങ്ങനെ ഒരു സമയമുണ്ടല്ലോ, കാവുകളായിട്ട് പ്രകൃതി ആരാധനയായിട്ടൊക്കെ നിന്നിരുന്ന ഒരു കാലം. അപ്പോൾ അന്നും ഈ യന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതോ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോഴാണോ യന്ത്രപദ്ധതി വന്നത്? നമസ്കാരം. തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാദമിയും ശിവമാസികയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശിവം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ആർ രാമാനന്ദാണ്. സ്നേഹപൂർവ്വം രാംജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം രാംജി. നമസ്കാരം. നമ്മൾ കഴിഞ്ഞു പോയ എപ്പിസോഡുകളിലൊക്കെ തന്ത്രത്തിൻ്റെ ഫിലോസഫി ഒരുപാട് സംസാരിച്ചു. ഇന്ന് നമുക്ക് തന്ത്രത്തിൻ്റെ ഒരു ജോമെട്രി സംസാരിച്ചാലോ? തന്ത്രത്തിൻ്റെ ജോമെട്രി. അപ്പോൾ പലപ്പോഴും ആദ്യം മനസ്സിലേക്ക് വരുന്നത് യന്ത്രമാണ്. ആ യന്ത്രത്തിൽ തന്നെ ശ്രീചക്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ളൊരു യന്ത്രമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൊക്കെ എത്തിയത് എന്നൊന്ന് പറയാമോ, യന്ത്രത്തിൻ്റെ കൽപ്പനയിലേക്ക്? തന്ത്രം എന്ന വാക്കിൽ തന്നെ യന്ത്രം എന്നൊരു വാക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. തന്ത്രം, മന്ത്രം, യന്ത്രം, ഇതിലൊക്കെ ആദ്യത്തെ അക്ഷരങ്ങൾ മാറിയാൽ ഇതെല്ലാം പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. തന്ത്രം ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ശാസ്ത്രമാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രമാവുന്നതെന്ന് വെച്ചാൽ അതിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഫിലോസഫിയെ, ഒരു തത്വചിന്തയെ മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സമയത്താണ് അതൊരു ശാസ്ത്രമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അതൊരു ചരിത്രമോ ഇൻഫർമേഷനോ മാത്രമാണ്. അപ്പോൾ ഇതിനൊരു ആപ്ലിക്കേഷൻ ലെവലുണ്ട്. അപ്പോൾ യന്ത്രങ്ങൾ പലപ്പോഴും ആ ആപ്ലിക്കേഷൻ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തെ ഉപയോഗിക്കുന്ന രീതിയിലാക്കിയെടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫിസിക്സിലൊരു ലോ ഉണ്ട്. ആ ലോ ആയിരിക്കുകയുള്ളൂ, മനുഷ്യന് ഉപകാരത്തിൽ വരണമെന്നില്ല. പക്ഷെ അതിനെ മനുഷ്യൻ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു യന്ത്രമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ ക്വാണ്ടം തിയറീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതൊരു നമുക്ക് കയ്യെത്താൻ പറ്റാത്തൊരു ലോകത്ത് നിൽക്കുന്നൊരു കാര്യമാണ് ക്വാണ്ടം തിയറിയും കാര്യങ്ങളൊക്കെ. ആ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്കാനിങ് മെഷീൻ ഉണ്ടാക്കാൻ പറ്റിയാൽ, MRI സ്കാനിങ് മെഷീൻ ഉണ്ടാക്കാൻ പറ്റിയാൽ, ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരുപക്ഷെ അതിൻ്റെ വലിയ ഫിലോസഫി അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് വർക്ക് ചെയ്യാൻ പാകത്തിലാക്കിയെടുക്കുക എന്നുള്ളതാണ് യന്ത്രത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ യന്ത്രപൂജ ചെയ്യുന്ന ആളുകളോ യന്ത്രവുമായി ഇടപെടുന്ന ആളുകളോ, നമ്മൾ യന്ത്രം എന്ന് പറയുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ യന്ത്രം എന്ന് ചിന്തിക്കരുത്. ഒരു മെഷീൻ എന്നതിനെ ഒരു മെഷീൻ എന്ന് ചിന്തിക്കരുത്. യന്ത്രം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം. ഇവിടെ വെഹിക്കിൾ എന്ന് മനസ്സിലാക്കണം, വാഹനം എന്ന് മനസ്സിലാക്കണം. ഒരു വലിയ ആശയത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ, ആ ആശയവുമായി നമുക്ക് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ദേവതാ തത്വത്തെ നമ്മിലേക്ക് ബന്ധപ്പെടുത്താൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് യന്ത്രം. അങ്ങനെയാണ് യന്ത്രം എന്ന് പറയുന്നത്. സച്ചിൻ വലിയൊരു വാക്കാണ് ആദ്യം പറഞ്ഞത്, ശ്രീചക്രം. ഈ യന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഒരുപക്ഷെ വരയ്ക്കാൻ സാധ്യമല്ലാത്തതെന്ന് പറയാൻ പറ്റുന്നൊരു യന്ത്രമാണ്. ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് ചോദിക്കും, കുറേ ആളുകൾ വരച്ചിട്ടുണ്ടല്ലോ, എങ്ങനെ വരച്ചാലും അതിൻ്റെ കണക്ക് തെറ്റും, മർമ്മസന്ധി ദോഷം എന്നൊക്കെ പറയും. കാരണം അത് ജോമെട്രിക്കലി ഇമ്പോസിബിൾ ആണ് പലപ്പോഴും അത് ഒപ്പിക്കുക എന്നുള്ളത്. ചട്ടമ്പി സ്വാമികൾ ശ്രീചക്ര ലേഖന വിധി എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുന്നത് ഇത് വരയ്ക്കുന്നതിലും പ്രയാസമാണ് കാര്യം. അതിൻ്റെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. സ്വാമികളുടെ ഭാഷ അതിലും കഠിനമായിട്ടുള്ള ഒന്നാണ്. അത് പ്രകാരം വരച്ചാൽ തന്നെയും നമുക്ക് ഒപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ പലപ്പോഴും ശ്രീചക്രം വരച്ച് ഒപ്പിക്കുക ചെറിയ ചില വലിയ അപകടമില്ലാത്ത ഇറേഴ്സ് ഉണ്ടാക്കിയിട്ടാണ്. ആ ഇറേഴ്സ് ഉണ്ടാക്കിയാണ് അത് മുട്ടിക്കുക. അപ്പോൾ അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട് ശ്രീചക്രം സിദ്ധമാണ്, ഉണ്ടായി വരണം, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ജോമെട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ജോമെട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഷേപ്സ്,
ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ജിയോമെട്രിക്കൽ ഷേപ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു അയ്യരുകളിയാണ് ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ്. അതിൽ ചതുരമുണ്ട്, വൃത്തമുണ്ട്, ഷഡ്കോണുണ്ട്, ത്രികോണമുണ്ട്, ബിന്ദുണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെയാണ് ശ്രീചക്രത്തെക്കുറിച്ച് പറയേണ്ടത്. അപ്പോൾ ജിയോമെട്രിയിൽ എന്താണ് പെർട്ടിക്കുലർലി നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ വേദത്തിന്റെ ചിന്തയിലേക്ക് വരുന്ന സമയത്ത് ജിയോമെട്രി അവിടെ ഈ യജ്ഞശാലയുടെ ഒക്കെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഗരുഡച്ഛിതിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ കണക്കിന്റെ കളികൾ ഒരുപാട് വരുന്നുണ്ട്. ശുൽഭസൂത്രങ്ങൾ അങ്ങനെ ഇതുണ്ടാക്കാനുള്ള ഇതുണ്ടല്ലോ. ഇതിൽ ഏതാണ് ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക? ഇപ്പോൾ ഒരു ഋഷി മന്ത്രത്തെ കണ്ടതുപോലെ യന്ത്രത്തെയും ഇതുപോലെ കണ്ടതായിരിക്കുമോ, അതോ ഇതുപോലെ ശുൽഭസൂത്രങ്ങളിലൊക്കെ പറയുന്നത് പോലെ വരച്ച് നിർമ്മിച്ചത് തന്നെയായിരിക്കുമോ? അല്ല, വേദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേദവും ഈ ആശയത്തെ തന്നെയാണ് പേറുന്നത്. ഇപ്പോൾ ചിതിയെക്കുറിച്ചുള്ള ഒരു പഠനം, വലിയ പഠനമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം ഒരു ജിയോമെട്രിക്കൽ ഫിഗറാണല്ലോ, സത്യസന്ധമായി പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കൺസ്ട്രക്ഷനും ഒരു ജിയോമെട്രിക്കൽ ഫിഗറിൻ്റെ എലിവേഷനാണ്. അപ്പോൾ ക്ഷേത്രം എന്ന പദ്ധതി ഉണ്ടാകുന്നതിന് മുമ്പേ വേദത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടോ എന്നൊരു അന്വേഷണം ഉണ്ടായി. ഇപ്പോൾ താന്ത്രികമാണ് ക്ഷേത്ര പദ്ധതി താന്ത്രികമാണ്. പക്ഷേ വേദത്തിൽ ക്ഷേത്രത്തിന് സമാനമായ വല്ലതും ഉണ്ടോ? വേദകാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള വാദം ഉണ്ടല്ലോ. വേദകാലത്ത് ക്ഷേത്രങ്ങൾ ആര്യസമാജത്തിൻ്റെയൊക്കെ പ്രധാന വാദമാണത്. വേദകാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകേണ്ടതില്ല. അങ്ങനെയല്ല, ക്ഷേത്രങ്ങളുടെ പ്രാചീനമായിട്ടുള്ള മാതൃകകൾ ഈ ചിതികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എലിവേഷനാണ് പിന്നീട് ക്ഷേത്രങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് താന്ത്രികമായിക്കൊണ്ട് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ വരുന്നത്. അങ്ങനെ നോക്കുമ്പം അത് ലഭിച്ചതാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് സിദ്ധമായത് തന്നെയാണ്. അതിൽ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു തത്വചിന്താപരമായിട്ടുള്ള വലിയൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടാവും. അത് ഒരാളുടെ രണ്ടാളുടെ അല്ല, ഒരു കൂട്ടായ്മയുടെ ആയിരിക്കാം, ഒരു വ്യക്തിയുടെ തന്നെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് എനിക്ക് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഒരാൾ ഉണ്ടാക്കിയെന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം അത് ലഭ്യമായതാണ്, സിദ്ധമായതാണെന്ന് പറയുന്നതാണ്. അതിനാണ് കുറച്ചും കൂടെ ഭംഗിയും കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ആധ്യാത്മികത തീർച്ചയായിട്ടും. അതിലുപരിയായിട്ട് വൈയക്തിക അഹങ്കാരമില്ലായ്മയാണത്. ഞാൻ ഉണ്ടാക്കിയല്ല, അത് എനിക്ക് ലഭിച്ചതാണ് എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മളിതിൻ്റെ ഒരു ആധ്യാത്മിക പരിണാമത്തെ ചിന്തിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളൊക്കെ കുറച്ചുകൂടി നവീനമായിട്ടുള്ളൊരു പദ്ധതിയാണ്. പണ്ട് ഇത് കാവുകളായിട്ട്, തന്ത്രത്തിന് അങ്ങനെ ഒരു സമയമുണ്ടല്ലോ, കാവുകളായിട്ട് പ്രകൃതി ആരാധനയായിട്ടൊക്കെ നിന്നിരുന്ന ഒരു കാലം. അപ്പോൾ അന്നും ഈ യന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതോ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോഴാണോ യന്ത്രപദ്ധതി വന്നത്? അല്ല, യന്ത്രങ്ങളുടെ പ്രാചീനത ഏത് കാലം വരെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഇപ്പോൾ BC കാലഘട്ടത്തിലൊക്കെ യന്ത്രങ്ങൾ, ഇപ്പോൾ അല്ലെങ്കിൽ ഹരപ്പ മോഹൻജദാരോ കാലഘട്ടത്തിൽ യന്ത്രങ്ങളായി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാൽ പോലും നമുക്ക് ത്രികോണാകൃതിയുള്ള ഹോമകുണ്ഡങ്ങളുണ്ട്. ഈ ത്രികോണം ഒരു സ്ട്രക്ചറാണ്, ഒരു ജിയോമെട്രിക്കൽ ഫിഗറാണ്. ആ ത്രികോണത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ടാണല്ലോ ത്രികോണം വരച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാഗോറിലെ കാളി ത്രികോണാകൃതി. അതെ, അതൊരു കാളി യന്ത്രം തന്നെയാണോ, അതോ കാളി യന്ത്രത്തിന്റെ ഒരു പ്രാചീന മാതൃക. നമ്മളിത് ഒരു 2D ആക്കുന്നതാണല്ലോ യന്ത്രം. നമ്മളിപ്പം വരയ്ക്കുന്നപ്പോൾ ചെമ്പിൻ്റെ തകിടിലോ അല്ലെങ്കിൽ സ്വർണ്ണ തകിടിലോ കടലാസിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ ഒക്കെ വരയ്ക്കുന്ന, അതായത് അങ്ങനെ വരയ്ക്കുന്ന ഒന്നിനെയാണ് നമ്മൾ യന്ത്രം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു 2D ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടാവും. കല്ലെടുത്ത് വെച്ചിട്ട് ഈ ഷേപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും. 3D. അപ്പോൾ 3D അല്ലേ ആവുള്ളൂ. അപ്പോൾ 3D പോലെ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതായിരിക്കാം ചിലപ്പോൾ ഈ ബാഗോറിലെ അത് വിചിത്രമായിട്ടുള്ളൊരു രൂപമാണ്. അതൊരു ഹോമകുണ്ഡമാണോ അതോ യന്ത്രമാണോ? അതൊരു ഹോമകുണ്ഡത്തിൻ്റെ പർപ്പസ് അത് സെർവ് ചെയ്യുന്നില്ല. അതിൻ്റെ രൂപം കണ്ടാൽ അതിങ്ങനെ വെച്ചിട്ട് ഒരു പ്രാചീനമായ ത്രികോണ യോനി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ത്രികോണമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത് പ്രാചീനമായ മനുഷ്യൻ്റെ ചിന്തയിൽ ജന്മത്തിൻ്റെ സോഴ്സ്, ഒരു വ്യക്തി ഉണ്ടായി വരുന്നത്, വ്യക്തിയല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു ത്രികോണത്തിൽ നിന്നാണ്. ആ ത്രികോണത്തിൻ്റെ, അതായത് യോനി എന്ന് പറഞ്ഞാൽ സോഴ്സ് എന്നാണ് അർത്ഥം, ഒറിജിൻ, കേന്ദ്രം എന്നാണല്ലോ അർത്ഥം. വരുന്ന സ്ഥലം ത്രികോണമാണ്. അങ്ങനെയെങ്കിൽ ത്രികോണമാണ് ദേവിക്ക് കൊടുക്കാൻ പറ്റുന്ന കറക്റ്റായി സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ കറക്റ്റായി കൊടുക്കാൻ പറ്റുന്നത് ത്രികോണാകൃതിയാണ്. അപ്പോൾ ആ ഒരു ത്രികോണമാണ് ദേവിയെ സൂചിപ്പിക്കാൻ വേണ്ടി എപ്പോഴും കാണിക്കുക. അപ്പോൾ ആ ത്രികോണത്തിൽ ദേവി എന്തായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ത്രികോണത്തിൽ ബിന്ദുവായിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഡോട്ട് വന്നു. അപ്പോൾ ഈ ഡോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ശിവനും ശക്തിയും ചേർന്നിരിക്കുന്നതാണ്. പക്ഷേ ഇൻസെപ്പറബിൾ യൂണിയനാണ്, ഒരുമിച്ച്. അതായത് ഒരു വൃത്തം തന്നെയാണ് ഒരു ഡോട്ട്. ആ വൃത്തം കേവല വൃത്തമല്ല, കണ്ടൻസ്ഡ് വൃത്താണ്, സാന്ദ്രീകൃതാണ്, എല്ലാത്തിനെയും ഉള്ളിൽ അടക്കിയതാണ്.
അതൊരു ഡോട്ടാണ്. ഇപ്പം ഫിസിക്സിൻ്റെ ഭാഷയിലൊക്കെ പറയുമ്പം പ്രാപഞ്ചിക ഏകാംഗം സിംഗുലാരിറ്റിയിലേക്കൊക്കെ പോകുമ്പം ഒരു ഡോട്ടാണ്, കണ്ടൻസ്ഡ് ആണ്, എല്ലാം കൂടെ സാന്ദ്രീകരിച്ച ഒരു ഭാഗത്ത് വരികയാണ്. വൃത്തം സാന്ദ്രീകരിക്കുന്നില്ല. വൃത്തം അതിൻ്റെ ഷേപ്പ് കൊണ്ട് വിചിത്രമാണെങ്കിൽ പോലും അതിൽ സാന്ദ്രീകൃതമല്ല. ഇത് സാന്ദ്രമായിട്ടുള്ള ഒന്നാണ്. ആ സാന്ദ്രമായത് എന്താണ്? അത് എനർജിയും മാറ്ററുമാണ് ഇന്നത്തെ ഭാഷയിൽ. അത് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ചിദാനന്ദമാണ്, ബ്ലിസ് ആൻഡ് കോൺഷ്യസ്നെസ്. ഞാൻ അതിനെ വിളിക്കുക ബ്ലിസ് കോൺഷ്യസ്നെസ് കണ്ടൻസേറ്റ് എന്നാണ്. സാന്ദ്രാനന്ദമായിരിക്കുന്ന അല്ലെങ്കിൽ ചിദാനന്ദമായിരിക്കുന്ന ചിദാനന്ദ ഘനരൂപമാണ് ഡോട്ട്. അപ്പോൾ ആദ്യത്തെ ഷേപ്പ് നമുക്ക് കിട്ടി ഡോട്ട്. അതാണ് ആദ്യം. അത് എന്തിലേക്കാണ് വികസിക്കുന്നത്? അത് വികസിക്കുന്നത് ത്രികോണത്തിലേക്കാണ്. ത്രികോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വികാസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ്. ഇപ്പോൾ 3 പോയിൻ്റ് ആയിട്ടാണ് ത്രികോണത്തിനുള്ളത്. 3 പോയിൻ്റ് നോക്കിയാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം. അത് ഡിസയറാണ് അല്ലെങ്കിൽ വില്ലാണ്. ഇച്ഛ, ജ്ഞാനം, നോളജാണ്, ക്രിയയാണ്. ഇച്ഛ, ജ്ഞാനം, ക്രിയ. അപ്പോൾ സാന്ദ്രമായിരിക്കുന്നത് ഇച്ഛ, ജ്ഞാനം, ക്രിയയായിട്ട് വികസിച്ചു. അങ്ങനെയാണ് അതിൻ്റെ വികാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ത്രികോണത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ത്രികോണം ഒരു ചതുഷ്കോണമല്ല, ഒരു ചതുരത്തിൻ്റെ പകുതിയാണ്. ഒരു ചതുരത്തെ ഡയഗണലാക്കി വെട്ടിയാൽ ഒരു ത്രികോണം കിട്ടും. മുകളിലേക്ക് നിൽക്കുന്ന ഒരു ത്രികോണം കിട്ടും, താഴേക്ക് നിൽക്കുന്ന ഒരു ത്രികോണം കിട്ടും. മുകളിലേക്ക് നിൽക്കുന്ന ത്രികോണം എന്താണ്? ശിവനാണ്. മുകളിലേക്ക് നിൽക്കുന്ന ത്രികോണം ലിംഗപ്രതീകമാണ്. യോനി താഴേക്ക് നിൽക്കുന്ന ത്രികോണാണെങ്കിൽ, അധോമുഖ ത്രികോണാണെങ്കിൽ, ലിംഗം മുകളിലേക്ക് നിൽക്കുന്ന ത്രികോണമാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ ഇതിനെ ശിവശക്തിയാത്മകമായ ചതുരായി കുറച്ചും കൂടി. അപ്പോൾ അത് ഫിലോസഫിയെ വീണ്ടും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ചതുരായി. അപ്പോൾ ഈ ചതുരത്തെ നമ്മൾ ഹരം എന്നാണ് വിളിക്കുക. ത്രികോണത്തെ ഹരാർദ്ധം എന്നാണ് വിളിക്കുക. ഹരത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഹ്രീം. ഹരാർദ്ധം തന്നെയാണ് ഹ്രീം. ഹ്രീമാണ് ശക്തിയുടെ ഒരു ബീജമായിട്ട് പറയുക. ശക്തിയുടെ ബീജശബ്ദമായിട്ട് പറയുക ഹ്രീംകാരാണ്. അത് ഹരാർദ്ധമാണ്. അപ്പോൾ ഡയഗണലായിട്ട് ഒരു ചതുരത്തെ വെട്ടിക്കഴിഞ്ഞാൽ അത് താഴേക്ക് നിൽക്കുന്ന ത്രികോണമായി, മുകളിലേക്ക് നിൽക്കുന്ന ത്രികോണമായി. അതിൻ്റെ യഥാർത്ഥ സ്വരൂപം ത്രികോണമായി. ഇനി ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്താലോ? ഇൻ്റർസെക്റ്റ് ചെയ്താൽ അത് ഷഡ്കോണായി. സുബ്രഹ്മണ്യൻ്റെ യന്ത്രം ഷഡ്കോണായി. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ യന്ത്രം എന്ന് പറയുമ്പോൾ ശിവനും ശക്തിയും ചേർന്നു 6 മുഖം. അപ്പോൾ ശിവശക്തിയാത്മകമായ കുട്ടിയാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ യന്ത്രം അറുമുഖനാണ്, ഷഡ്കോണാണ്. ഗണപതി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഗണപതിയെ നമ്മൾ ചതുരത്തിലാണ് കാണിക്കുക. ഗണപതിക്ക് 4 മുഖമാണ്, ചതുരാനനാണ്. ഗണപതിക്ക് ചതുരാവർത്തി ദർപ്പണാണ്, ചതുരമാണ്. ഈ ചതുരം ശിവനും ശക്തിയും ചേർന്നിരിക്കുന്നത് തന്നെയാണ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്താൽ സുബ്രഹ്മണ്യനായി. ഇങ്ങനെ വെച്ചാൽ അത് ഗണേശൻ്റെ രൂപമായി. അതും ശിവശക്തിയാത്മകം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ത്രികോണം കിട്ടി, ചതുരം കിട്ടി, ബിന്ദു കിട്ടി, ഷഡ്കോണം കിട്ടി. അങ്ങനെയാണ് അതിൻ്റെ ഒരു ജോമെട്രിയുടെ വികാസം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ ദേവതയ്ക്കും യന്ത്രം ഉണ്ടോ? എല്ലാ ദേവതയ്ക്കും യന്ത്രം ആക്കാം. ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ ദേവതയ്ക്കും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നാടൻ ദേവത, ഇപ്പോൾ കുട്ടിച്ചാത്തന് യന്ത്രം ഉണ്ടോ? അതൊരു ഒരു ഒരു കട്ടികൂടി ക്വസ്റ്റ്യനാണ്. കാര്യം കുട്ടിച്ചാത്തന് യന്ത്രം ഉണ്ട്, പിന്നീട് ഉണ്ടാക്കിയ യന്ത്രങ്ങളുണ്ട്. പ്രാചീന കാലത്ത് യന്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു വികാസമാണ്. ജാമിതിയുടെ വികാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായി വരുന്നത്. ഇപ്പം ജാമിതിയുടെ വികാസം ഉണ്ടാകുന്നത് മനുഷ്യൻ വളരെ ആഴത്തിൽ ഈ വിഷയത്തെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. കുട്ടിച്ചാത്തൻ അതിനൊക്കെ മുമ്പേ നിൽക്കുന്ന ഒരു പ്രാചീന ദേവതയാണ്. അവിടെ യന്ത്രം ഉണ്ടോ വെച്ചാൽ യന്ത്രമുണ്ട്. കള്ളി വരയ്ക്കും, കള്ളിയാണ്. 16 കളം 16 കളം വരയ്ക്കും. എല്ലാവരും പറയും 16 കളം വരയ്ക്കും, 64 കളം വരയ്ക്കും, 8 കളം വരയ്ക്കും. ഈ 4ൻ്റെ ഒരു മൾട്ടിപ്പിൾസാണ് മുകളിലേക്ക് പോവുക. ഇപ്പം എന്താണ് ഈ 4? ആദ്യം കാണുന്ന 4 തത്വങ്ങൾ തന്നെയാണ്. ഭൂമി, ജലം, അഗ്നി, വായു. ആകാശ അനുഭൂതിയിൽ വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ 4 കാര്യമായി. അതിനെ വേണമെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവമെന്നോ അല്ലെങ്കിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുര്യമെന്നോ ഒക്കെ പറഞ്ഞിട്ട് അതിനെ കുറച്ചും കൂടെ അതിനെ ഇതാക്കാം. പക്ഷെ അടിസ്ഥാനപരമായി ഒരു മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ആൾക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യം മണ്ണ്, വെള്ളം, അഗ്നി, വായു, ഇത്രയും കാര്യങ്ങളാണ്. ഈ 4ൻ്റെ ഒരു ആവൃത്തിയാണിത്. അപ്പോൾ ആ 4നെ കള്ളിയാക്കി വരയ്ക്കുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ കള്ളിയെ യന്ത്രമാക്കി കൂട്ടിയാൽ യന്ത്രമാക്കി കൂട്ടാം. പഴയ കണക്ക് പറയാണ്. അല്ലാതെ നമുക്ക് കുട്ടിച്ചാത്തൻ്റെ യന്ത്രത്തെ ഈ പറഞ്ഞ പോലെ ശിവശക്തിയാത്മകമായിക്കൊണ്ടും മുരുകൻ്റെ യന്ത്രത്തെ ഒന്ന് പരിഷ്കരിച്ചാൽ കുട്ടിച്ചാത്തൻ്റെ യന്ത്രമാക്കാൻ പറ്റും. രണ്ടും ശിവശക്തിയാത്മകമായതുകൊണ്ട്. യന്ത്രങ്ങളെ നമ്മൾ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞു.
അപ്പോൾ ഇതുപോലൊരു പദ്ധതിയാണല്ലോ കൂടോത്രം. അപ്പോൾ ഇത് ഇപ്പോൾ ഭയങ്കര മാർക്കറ്റ് ഉണ്ട് ഒരുപാട് മാർക്കറ്റുള്ളൊരു വിഷയമാണ്. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, ഈ തഥാഗതക്കാർ മാർക്കറ്റ് കിട്ടാൻ വേണ്ടി, റീച്ച് കിട്ടാൻ വേണ്ടിയാണോ കൂടോത്രം ചോദിക്കുന്നത്? എല്ലാ ചാനലുകാരും ഇപ്പോൾ കൂടോത്രം എന്ന് പറഞ്ഞിട്ടാണ് റീച്ച് കിട്ടുന്നത്. ആൾക്കാർക്ക് താല്പര്യമുള്ള വിഷയമാണല്ലോ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് യന്ത്രത്തെയൊക്കെ ഇങ്ങനെ ചരടാക്കിയിട്ടൊക്കെ കയ്യിലൊക്കെ കെട്ടുന്ന പ്രവണത ഉണ്ട്. വലിയ ലോക്കറ്റായിട്ടൊക്കെ കഴുത്തിലിടും, ചിരട്ടയിലൊക്കെ കുത്തിവെച്ച് കഴുത്തിലിടും. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? യന്ത്രത്തെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? യന്ത്രത്തെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. കാരണം യന്ത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ. യന്ത്രം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. കൂടോത്രം എന്ന് ചോദിച്ചുകൊണ്ട് പറയാണ്, ഗൂഢപത്രം എന്നാണ് രഹസ്യമാക്കി വെക്കുന്നത്, അതാണ് കൂടോത്രമായി മാറുന്നത്. ഗൂഢപത്രം എന്ന വാക്ക്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ചെമ്പിൻ്റെ തകിടിൽ, ഇരുമ്പിൻ്റെ തകിടല്ല, അങ്ങനത്തെ ഈയത്തകിടിൽ ഒക്കെ എഴുതിയിട്ട് ഇത് പ്രത്യേക പർപ്പസിന് ഇയാൾ തൊലഞ്ഞു പോട്ടെ എന്നാണ് ഉദ്ദേശം, അങ്ങനെ എഴുതിയിട്ട് ഒരു ഇതിലാക്കിയിട്ട് എവിടെയും കുഴിച്ചിടും. അത് എപ്രകാരമാണോ യന്ത്രം മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അപ്രകാരം ആ കാര്യത്തിന് ഫലം കിട്ടുന്നതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതിനെ തടയാൻ എന്താ ചെയ്യുക? അപ്പം സുദർശനൊക്കെ ആളുകൾ കഴുത്തിൽ തൂക്കും, ശ്രീചക്രം കഴുത്തിൽ തൂക്കും. ഒരുപാട് യന്ത്രങ്ങൾ, സൗന്ദര്യലഹരി തന്നെ പറഞ്ഞിരിക്കുന്ന 100 യന്ത്രങ്ങൾ നമുക്ക് വരച്ച് ജപിച്ച് ശക്തിപ്പെടുത്തി ശരീരത്തിൽ ധരിക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിനെ ശക്തിപ്പെടുത്തുക തന്നെ, എനർജൈസ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ യന്ത്രം തൊട്ട് ജപിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ നിരന്തരമായൊരു പ്രോസസ്സ് യന്ത്രം തൊട്ട് ജപിച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ തന്നെ പ്രാണശക്തിയെ സന്നിവേശിപ്പിച്ചാണ് അത് ധരിക്കുന്നത്. അപ്പോൾ അതൊരു ഷീൽഡ് ഉണ്ടാക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുക. പണ്ടൊക്കെ ഈ തച്ചോളി തറവാടിൻ്റെ കഥയൊക്കെ കേൾക്കുന്ന സമയത്ത്, വടക്കൻ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഉറുക്കുന്നൂലും അതൊന്ന് 2 തുട കീറിയിട്ട്, തുട കയർത്തി വെച്ച് കീറും, എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ യന്ത്രം വെക്കും, എന്നിട്ട് തുന്നുകയെ അങ്ങനെ കൂട്ടി വെച്ച് കെട്ടുകയോ ചെയ്യും. അതവിടെ അങ്ങനെ ഉറച്ചു പോകും. അയാൾക്ക് മരണം ഭവിക്കില്ല എന്നാണ് പറയുക. അപ്പോൾ അവിടെ എന്തെങ്കിലും മുറിച്ച് അത് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ കച്ച കെട്ടുന്ന സമയത്തായാലും കച്ചയ്ക്കുള്ളിൽ ചിലപ്പം യന്ത്രങ്ങൾ വെക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പണ്ട് മുതലേ ചെയ്തു വരുന്നൊരു കാര്യമാണ് യന്ത്രം. പിന്നെ മനുഷ്യന്മാർ ഇന്നത്തെ കാലത്ത് മാനസികമായ രക്ഷയ്ക്കും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രാചീനമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പോൾ യന്ത്രത്തിന് വിശ്വാസമുണ്ട്, യന്ത്രം ഫലിക്കുമെന്നുള്ള ഒരു തലത്തിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഫലമുണ്ട് എന്നുള്ളതാണ്. ഈ യന്ത്രങ്ങളിൽ ഈ ജോമെട്രി മാത്രം അല്ലാതെ ചില സംസ്കൃത പദങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് കാണാം. ഇത് കൂടാതെ അക്കം വെച്ചിട്ടുള്ള യന്ത്രങ്ങൾ കണ്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് ചില കോമ്പിനേഷൻസ് ഓഫ് സംസ്കൃത മന്ത്രങ്ങളാണ് ബീജമന്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ ബീജമന്ത്രങ്ങൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ദേവതയുടെ ബീജമന്ത്രങ്ങൾ, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബീജമന്ത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ബീജമന്ത്രങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്താണ് മന്ത്രശാസ്ത്ര പ്രകാരം നടക്കുന്നത് പോലെയാണ്. അക്കങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരും. അത് പ്രത്യേകിച്ച് അറബിക് മാന്ത്രികങ്ങളിലാണ് കൂടുതൽ അക്കങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യം, അക്കപടം. അപ്പോൾ ഈ അക്കപടങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ അകത്ത്, അതായത് ചില പ്രത്യേക കോമ്പിനേഷനിലുള്ള അക്ഷരങ്ങളെ, ചിലതിനെയൊക്കെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളായിരിക്കും, ചിലത് ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളായിരിക്കും. അപ്പോൾ ഒരു ന്യൂമറോളജി ഉണ്ട് അതിൻ്റെ അകത്ത്. അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ആ യന്ത്രങ്ങൾ. അപ്പോൾ അതൊരു കോമ്പിനേഷൻ ഓഫ് സയൻസസ് ആണ് ഇവരെ തലത്ത് പറയുകയാണെങ്കിൽ. ചില കണക്കും ഗ്രഹശാസ്ത്രം, ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ജ്യോതിഷം പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. അത് ഏത് ജ്യോതിഷം എന്ന് നമുക്കറിയില്ല. ചിലപ്പം ഭാരതീയ ജ്യോതിഷം ആയിരിക്കില്ല, അറബിക് ജ്യോതിഷമായിരിക്കും. എന്നാൽ അറബിക് ജ്യോതിഷം എന്ന് പറഞ്ഞ ജ്യോതിഷം ഉണ്ടോ എന്ന് നോക്കിയാൽ ഹോരയായിരിക്കും. അത് ഗ്രീസിൻ്റെ ജ്യോതിഷമായിരിക്കും. അത് കറങ്ങി തിരിഞ്ഞ് ഭാരതീയ ജ്യോതിഷമായിട്ട് മാച്ച് വരും. അങ്ങനെയൊക്കെയാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുക. ഇതെന്താണ്, ഏത് വിഭാഗത്തിൽപ്പെട്ട കൂടോത്രമാണ് എന്നൊക്കെ മനസ്സിലാക്കുക. കൂടോത്രം മാത്രമല്ല, ഈ പഞ്ചദശി മന്ത്രത്തിൻ്റെ ഒരു അക്കരൂപം ചൈനയിൽ ലഭ്യമായിട്ടുണ്ട്. അല്ല, അക്കരൂപം നമ്മളിപ്പോൾ കടബയാതി പ്രകാരം നമുക്ക് വേണമെങ്കിൽ അക്ഷരങ്ങളെ അക്കമാക്കാലോ. അപ്പം അക്ഷരങ്ങളെ അക്കമാക്കിക്കൊണ്ട് അക്കപടം അതും സാധ്യമാണ്. അങ്ങനെ പല രീതിയിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അക്കം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ചില പർട്ടിക്കുലർ കാര്യങ്ങളെ കോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജപിച്ച് അല്ലെങ്കിൽ വെറുതെ ഒരു സ്ഥലത്തൊരു യന്ത്രം ഇരുന്നാലും അത് പ്രവർത്തിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പലപ്പോഴും വീട്ടിൽ ചുമരലങ്കരിക്കാൻ വേണ്ടിയിട്ട് യന്ത്രം സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അല്ല, യന്ത്രം ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ആളുകൾ ഇപ്പോൾ ശ്രീചക്രം വെക്കാം എന്ന് കരുതുന്നത് പോലെ പല യന്ത്രങ്ങളും വീട്ടിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സുദർശനം വെക്കാം, ഈ യന്ത്രം വെക്കാം, ആ യന്ത്രം വെക്കാം. അതൊരു ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമാണ്. മന്ത്രശാസ്ത്രവും തന്ത്രശാസ്ത്രവും അതിനെ അത്ര അനുകൂലമായിട്ട് പറയണമെന്നില്ല.
പെർട്ടിക്കുലർ ഇതിൻ്റെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇതൊരു ജനറിക് ആയിട്ടുള്ള മെഡിസിൻ അല്ല. ഇത് അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, ചില പെർട്ടിക്കുലർ കാര്യങ്ങൾക്കാണ്. അപ്പോൾ നമുക്ക് ആരോഗ്യം നന്നാവണം എന്ന് കരുതിയിട്ട് രാവിലെയും പകലും നമ്മൾ മാറി 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 നമുക്ക് വേണം തോന്നുന്ന വിറ്റമിൻസ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആരോഗ്യം നന്നാവാൻ വേണ്ടി വൈറ്റമിൻ ഡി ഇഷ്ടമാതിരി കുടിക്കുക, അതുകൊണ്ട് തന്നെ അടുത്ത അസുഖം വരും. അയാൾക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കി എന്നിട്ട് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് പകരം ഒരാൾ പോയിട്ട് ഞാൻ രാവിലെയും പകലും രാവിലെയും രാത്രിയും ഞാൻ വിറ്റമിൻ ഡി കുടിക്കും, അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലത്തെ കാര്യങ്ങൾ വന്ന ആളുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ഓർഗൻ ഫെയിലിയർ വന്ന ആളുകളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമ്മൾ ശ്രദ്ധാപൂർവം മോണിറ്റർ ചെയ്ത ശേഷം മാത്രമാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് യന്ത്രങ്ങളും. പല ദേവതകളും ഒരുപാട് ജനകീയമായിട്ടുള്ള ദേവതകൾക്കും നമ്മൾ യന്ത്രം നേരിട്ട് കാണാറില്ല. അപ്പോൾ അധികം ശക്തിയുടെ യന്ത്രങ്ങളാണ് കാണാറുള്ളതെന്ന് തോന്നുന്നു. ഇപ്പോൾ കൃഷ്ണൻ്റെ യന്ത്രം, ശിവൻ്റെ യന്ത്രം, അങ്ങനെയൊക്കെ എന്താണത്? യന്ത്രങ്ങളുണ്ട്. നമ്മൾ അത്തരം യന്ത്രങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ യന്ത്രങ്ങളുണ്ട്, എല്ലാ ദേവതകൾക്കും യന്ത്രങ്ങളുണ്ട്. ഇപ്പം ഇപ്പോൾ ശ്രീവിദ്യയിൽ ത്രിപുരസുന്ദരിയാണ് പ്രധാനം എന്നുള്ള നിലയ്ക്കാണല്ലോ ശ്രീവിദ്യയിൽ ശ്രീചക്രം യന്ത്രമായി വരുന്നത്. പക്ഷേ ത്രിപുരസുന്ദരിക്ക് ഇതല്ലാതെ വേറെ യന്ത്രമുണ്ട്. ശ്രീചക്രം അല്ലാത്ത ത്രിപുരസുന്ദരി യന്ത്രം എന്ന് പറയുന്നൊരു യന്ത്രമുണ്ട്. അതുപോലെ ശിവൻ്റെതായിട്ടുള്ള യന്ത്രകൽപ്പനകളുണ്ട്. വിഷ്ണുവിന് പൊതുവിൽ നമ്മൾ സുദർശനാണ് ചെയ്യാറ്. പക്ഷേ ശ്രീകൃഷ്ണ യന്ത്രം എന്ന പേരിൽ തന്നെ യന്ത്രം കാണാറുണ്ട്. പക്ഷെ അതത്ര പോപ്പുലർ, അത്ര ജനകീയമല്ല. സുദർശനവും ശ്രീചക്രവുമാണ് ഏറ്റവും പോപ്പുലറായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന യന്ത്രം. ഇത് വരയ്ക്കാൻ എന്തെങ്കിലും പ്രത്യേക വിധിയുണ്ടോ? ഇന്ന വസ്തുക്കൾ ഉപയോഗിച്ച് വരയ്ക്കണം എന്നോ അങ്ങനെ എന്തെങ്കിലും? അതുണ്ട്. ഓരോ യന്ത്രങ്ങളും വരയ്ക്കാൻ ഓരോ പൊന്നിൻ്റെ സൂചിയാണ് ചില കാര്യങ്ങൾക്ക് പറയാറുള്ളത്. അപ്പോൾ ആ സൂചി അത്രയും സ്മൂത്തായിട്ടുള്ള സർഫസിലൂടെ പോകാവുന്ന സൂചി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരയ്ക്കുന്ന മെറ്റലിന് ചില വ്യത്യാസങ്ങൾ പറയും. ചിലത് വെള്ളിയിൽ വരയ്ക്കണം, ചിലത് ഈയത്തിൽ വരയ്ക്കണം. കർമ്മത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. ചിലത് തങ്കത്തിൽ വരയ്ക്കണം, അങ്ങനെ പറയും. അങ്ങനെ ഓരോന്നിലുമാണ് വരയ്ക്കേണ്ടത്. ചിലത് ജലത്തിലാണ് വരയ്ക്കേണ്ടത്. അങ്ങനെ എന്താണോ യന്ത്രങ്ങളുടെ ഉപയോഗം അതിനനുസരിച്ചാണ് യന്ത്രങ്ങളുടെ സ്വഭാവം. ആർക്കാണോ ഉപയോഗിക്കുന്നത്, എന്ത് കാര്യത്തിനാണോ ഉപയോഗിക്കുന്നത്, ഇതാണ് അതിൻ്റെ കാര്യം. ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? അതായത് ഒരു യന്ത്രം ഉണ്ട്, എക്സ്പയർ ആയി പോകുന്നുണ്ട്. യന്ത്രത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് അതൊന്നും അറിയാതെയാണ് നമ്മൾ വാങ്ങി വെക്കുന്നത്. അപ്പോൾ ഒരു യന്ത്രം ഒരു പർട്ടിക്കുലർ ഉദ്ദേശത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നെങ്കിൽ അത് തന്ന ആൾ പറയും, അല്ലെങ്കിൽ ഗുരുനാഥൻ പറയും, ഇത്ര കാലം ഈ യന്ത്രം വെക്കുക, അത് കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ച് കളയുക. അത് ഒഴുകുന്ന ജലത്തിലോ ഒക്കെ പല രീതികളുണ്ട്, അതിൽ ഉദ്ദേശിച്ച് കളയുക. പിന്നെ യന്ത്രത്തിന് ശുദ്ധികളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ജലാധിവാസം ചെയ്യേണ്ടതായിട്ടുണ്ട്, ജലത്തിൽ മുക്കി വെക്കുന്ന പരിപാടി. അങ്ങനെ ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാലിൽ മുക്കി വെക്കേണ്ട പ്രോസസ്സുണ്ട്, നാൽപ്പാമരത്തിൻ്റെ ജലത്തിൽ മുക്കി വെക്കേണ്ട പ്രോസസ്സുണ്ട്, ഭസ്മത്തിൽ മുക്കി വെക്കുന്ന പ്രോസസ്സുണ്ട്. അങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ശുദ്ധീകരണം ഉണ്ട്, അതിൻ്റെ വെക്കേണ്ട സമയമുണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്, എക്സ്പയറി ഉണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കാതെ നമ്മൾ യന്ത്രം വെച്ച് കഴിഞ്ഞാൽ അപകടമാണ്. പല ക്ഷേത്രങ്ങളിലും രഹസ്യ അറകളിലൊക്കെ വെച്ചിരിക്കുന്ന യന്ത്രങ്ങൾ ചിലപ്പോൾ നേരിട്ട് പൂജ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ പലരും പറയുന്നുണ്ട് ആ ഇടതുഭാഗത്തുള്ള അറയിൽ കണ്ണകിയുടെ ഭൗതിക ശരീരമാണെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്നുണ്ട് അതൊരു ശ്രീചക്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നേരിട്ട് പൂജ ഏൽക്കാത്ത അല്ലെങ്കിൽ ശുദ്ധീകരണമൊന്നും ചെയ്യാത്ത യന്ത്രങ്ങളാണ്. അപ്പോൾ അവയ്ക്ക് എങ്ങനെയാണ് ഈ എക്സ്പയറി ബാധകമാവുന്നത്? സിദ്ധസങ്കല്പത്തിലുള്ള യന്ത്രങ്ങൾ സിദ്ധന്മാരാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എങ്കിൽ അവരുടെ സങ്കല്പം സാധാരണ മനുഷ്യൻ്റെ സങ്കല്പത്തിലും വലുതായിരിക്കും. അപ്പോൾ സിദ്ധഭാവത്തുള്ള ആരെങ്കിലും ആയിരിക്കും ആ യന്ത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അയാളുടെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള കാലം എത്രയാണോ ആ കാലം വരെ അതിന് ശക്തി ഉണ്ടാവും. അങ്ങനെയാണ് അത് കണക്കാക്കേണ്ടത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ യന്ത്രം എഴുതി കൊടുക്കുന്നതും ഒരു സിദ്ധൻ സങ്കല്പിച്ചിട്ട് അയാൾ ചിലപ്പോൾ എഴുതി കൊടുക്കുക പോലെ ആയിരിക്കും, എടുത്തു കൊടുക്കുമായിരിക്കും. പക്ഷെ അയാളുടെ സങ്കല്പത്തിൻ്റെ ശക്തിയാണത്. അതൊരു പ്രാണനാണോ അവിടെ കൊടുക്കുന്നത്? പ്രാണനാണ്. അതിൻ്റെ അകത്ത് പ്രാണൻ ചേരുന്നുണ്ട്. പ്രാണനും കൂടെ സന്നിവേശിപ്പിച്ചാണ് യന്ത്രം കൊടുക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ യന്ത്രത്തിന് ഊർജ്ജം പകരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രാണനാണ് പകരുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതൊരു യന്ത്രത്തിലേക്ക് കൊടുക്കുന്നതിന് പകരം നമുക്ക് സ്വയം നമ്മുടെ പ്രാണനെ ഊർജ്ജവൽക്കരിച്ചാൽ പറയുന്നത് അത് ഒരു വിശാലമായ വിഷയമാണ്. അത് അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെ കാണുന്ന സമയത്ത് കേവല യുക്തിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാറിയിട്ട് ഭാരതീയമായ മന്ത്രശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഒരു യുക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ. കേവല യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഈ ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. ശരിയാണ്, അങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ തന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തുന്നു, എന്നാൽ പിന്നെ തന്ത്രിയല്ലേ
തന്ത്രി അവിടെ തന്ത്രി അവിടെ ഇരുത്തിയാൽ പോരെ. ഇനി ഒരു കല്ലിലേക്ക് ഇതിനെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ട് ഇതാക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മളിപ്പോൾ ശ്രീചക്ര പൂജ ചെയ്യാൻ നിൽക്കും. ഉദാഹരണത്തിന് ശ്രീചക്രത്തിലിരിക്കുന്ന എന്താ, ശ്രീചക്രത്തിലിരിക്കുന്ന ദേവി എൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് ഞാൻ ശ്രീചക്രത്തിലാക്കുക, എന്നിട്ട് എല്ലാ പൂജ ഉപചാരങ്ങളൊക്കെ കൊടുത്തിട്ട് എടുത്ത് അകത്തേക്ക് വെക്കും. ഇങ്ങനെയാണല്ലോ ആ കാര്യങ്ങൾ ചെയ്യുക. യന്ത്രപൂജ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എന്ത് തരത്തിലുള്ള യന്ത്രപൂജ ചെയ്യുന്നവർക്കും അറിയാം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. പൂജയ്ക്ക് പരാ അപരാ പരാപര എന്ന് പറയുന്ന ഭാവങ്ങളുണ്ട്. ആന്തരികമായിട്ടൊരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അയാൾ പരാഭാവത്തിൽ പൂജ ചെയ്യുന്ന ആളാണ്. ഒരു സമയാചാരിയെ സംബന്ധിച്ച് പുറത്തൊരു ശ്രീചക്രത്തിന്, ബാഹ്യമായ ശ്രീചക്രത്തിന് പ്രാധാന്യമില്ല. അയാൾ അകത്താണ് അയാളുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ബാഹ്യമായതെല്ലാം എന്താ പറയുക, ചെയ്യേണ്ടതില്ലാത്ത കാര്യങ്ങളാണ്. ആന്തരികം മാത്രമാണ് അയാളെ സംബന്ധിച്ച് പ്രാധാന്യത്തോടു കൂടി ഇരിക്കുന്നത്. ബാഹ്യമായ പൂജയ്ക്ക് അപരാപൂജ എന്നാണ് പറയുക. അപരാപൂജ എന്താ ചെയ്യുന്നത്, അകത്തുള്ള പ്രാണനെ എടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇടപെടുന്നു. അപ്പോൾ ഇതിനെ എന്താ ഒരു ഹൈറാർക്കിയെ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനൊരു ഗ്രഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേലെ പരാപൂജയാണ്. മേലെ എന്നുള്ളതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠം എന്നർത്ഥമില്ല, മേലെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന അവിടെയാണ് പരാപര ഉള്ളത്, പരാപര പൂജ. ഏറ്റവും താഴെയാണ് അപരാപൂജ ഉള്ളത്. അപ്പോൾ അപരാപൂജ എന്താണ്? അപരാപൂജയാണ് ഏറ്റവും താഴെയുള്ള സ്റ്റെപ്പ്. താഴെയുള്ള സ്റ്റെപ്പ് പറഞ്ഞാൽ മോശം സ്റ്റെപ്പ് നടത്തില്ല. താഴെയുള്ള പടിയാണ് മുകളിലേക്കുള്ള പടിക്കുള്ള ആധാരം. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അകത്തുള്ള ലളിതാ പരമേശ്വരിക്ക് പൂജ ചെയ്യാം എന്നുള്ളത് പ്രയാസമാണ്. അത് അയാളെ സംബന്ധിച്ച് അയാൾക്ക് ആ ഒരു മെച്യൂരിറ്റി, ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ആവണമെന്നില്ല. അപ്പോൾ അയാളൊരു പ്രോസസ്സിലൂടെ പരാപര ഭാവത്തിൽ, അതായത് അകത്തിരിക്കുന്ന ലളിതാ പരമേശ്വരിയെ ചക്രത്തിലും അകത്തും ഒരുപോലെ പൂജിക്കാൻ പഠിക്കുകയാണ് പരാപര ഭാവത്തിൽ. അപരാഭാവത്തിൽ എന്താ ചെയ്യുന്നത്, അയാൾ ചക്രത്തിൽ മാത്രം പൂജിക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ചക്രത്തിലെ ദേവതയെ പൂജിക്കൽ എളുപ്പമാണ്, ഹാൻഡിയാണ്. ആ കാര്യം ഇടപെടാൻ എളുപ്പമാണ്. നമുക്കൊരു വിഗ്രഹത്തിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പൂജിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു വിഗ്രഹം, ഒരു ശ്രീരാമൻ്റെ വിഗ്രഹമുണ്ട്. അപ്പോൾ ശ്രീരാമൻ്റെ വിഗ്രഹത്തിന് പൂക്കൾ അർപ്പിക്കുക പ്രായേണ എളുപ്പമാണ്. അതേ ശ്രീരാമൻ്റെ വിഗ്രഹത്തെ ഹൃദയത്തിൽ കാണുക, എന്നിട്ട് ഹൃദയത്തിലൊരു പുഷ്പം അർപ്പിക്കുക. അതിന് വലിയ ഭാവനാശക്തി വേണം. അതത്ര എളുപ്പമല്ല സത്യം പറഞ്ഞാൽ. അത് ചിന്തിക്കുന്ന അത്ര എളുപ്പമല്ല. അത് അതിൻ്റെ അനുഭവത്തോട് നമുക്കൊരു വിഷ്വൽ കാണാം. വിഷ്വൽ കാണുന്നല്ല, നിങ്ങളൊരു പുഷ്പം വെക്കുന്ന അനുഭവം അതുപോലെ നിങ്ങൾക്ക് കിട്ടണം അകത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ. അത് എത്ര പേർക്ക് സാധിക്കും? പ്രയാസമാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് പുറത്തൊരു വിഗ്രഹം വെക്കുക, ആ പുറത്തെ വിഗ്രഹത്തിന് ഒരു പൂവെടുത്ത് വെക്കുക എന്നുള്ളത് സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ വെച്ചിരിക്കുന്ന പുഷ്പം വെച്ചിരിക്കുന്ന ശ്രീരാമൻ അകത്ത് ആ പുഷ്പം വെച്ചതിന് ശേഷം കണ്ണടച്ച് അകത്ത് ആ ശ്രീരാമ വിഗ്രഹത്തെ കാണുകയും ഈ പുറത്ത് പുഷ്പം വെച്ച ഓർമ്മയെ മനസ്സിൽ ഓർമ്മിക്കുകയും ചെയ്യുക. അപ്പോൾ അത് പരാപര പൂജയായി. നേരെ മറിച്ച് ഇങ്ങനെ ഒരു വിഗ്രഹവും വെക്കുന്നില്ല, പുഷ്പവും വെക്കുന്നില്ല, അകമേയുള്ള ആത്മാരാമനെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത് നിത്യേന കണ്ടുകൊണ്ട് ആനന്ദം അനുഭവിക്കുക. ഇതൊരു ഹയർ സ്റ്റെപ്പാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വ്യക്തി അകമേയുള്ള ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അകത്ത് ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, നേരെ മറിച്ച് അത് ഹാൻഡി ആക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. തന്ത്രിയെ സംബന്ധിച്ച് തന്ത്രിയുടെ അകത്തുള്ള ഒരു ശക്തിവിശേഷത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ആ പ്രാണനെ അദ്ദേഹം ബാക്കിയുള്ളവർക്ക് വേണ്ടി കൂടി തുറന്നു കൊടുക്കുകയാണ്, ആ ശക്തി സ്വരൂപത്തെ. അപ്പോൾ തന്ത്രിയുടെ പ്രാണനാണോ ഒരു ചോദ്യം? തന്ത്രിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ പ്രാണനൊന്നുമില്ല. എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപം തന്നെയാണ് അയാളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അയാൾ നമ്മുടെ ഒരു പ്രതിപുരുഷനാണ്, റെപ്രസെൻറ്റേറ്റീവ്. നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് ആയിക്കൊണ്ടാണ് അയാൾ ആ പ്രാണനെ അവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള പ്രാണനെ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് എനിക്കും ആ വിഗ്രഹത്തിനും താതാത്മ്യം ഉണ്ടാവാൻ സാധിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു തത്വചിന്താപരമായ റിപ്ലൈ. ഓക്കെ, ഇനി ഒരു കൗതുകത്തിന് ചോദിച്ചോട്ടെ രാംജി. ഇപ്പോൾ ഭാരതീയമായത് മാത്രമല്ല, നേപ്പാളിലെയും ടിബറ്റിലെയൊക്കെ കുറച്ച് യന്ത്രങ്ങളെയും പരിചയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു യന്ത്രം ഏതാണ്? കാലചക്ര തന്ത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ചില യന്ത്രങ്ങൾ വളരെ സങ്കീർണമായിട്ടുള്ള യന്ത്രങ്ങളാണ്. മണ്ഡലമാണ് അവർക്ക്, മണ്ഡല ആർട്ട് എന്നാണല്ലോ ഇപ്പം പറയാം. ഇപ്പം മണ്ഡലം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൻ്റെ ജാമിതീയമായ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി അല്ല, അത് കുറച്ചും കൂടെ ആഴത്തിൽ അതിൻ്റെ അകത്ത് നിറയെ ദേവതകളെ വിന്യസിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടൊരു കാഴ്ചയിൽ അത് വളരെ എന്താ പറയുക, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് തോന്നും. പക്ഷെ ആഴത്തിൽ നോക്കുന്ന സമയത്ത്
അതത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അതിൻ്റെ അതിൻ്റെ ജ്യാമിതീയമായ രൂപങ്ങളൊക്കെ വൃത്തവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദേവതാ വിന്യാസത്തെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പം ഞാൻ പറയുക 2 യന്ത്രങ്ങളാണ് ഏറ്റവും എൻ്റെ ഭാഷയിൽ എനിക്ക് തോന്നിയത് സങ്കീർണമായിട്ടുള്ളത്. ഏറ്റവും സങ്കീർണമായിട്ടുള്ളത് മുരുകൻ്റെ യന്ത്രമാണ്, കുമാരയന്ത്രമാണ്. കുമാരയന്ത്രം വളരെ സങ്കീർണമാണ്, ശ്രീചക്രത്തിലും സങ്കീർണമാണ്. 2ാമത്തെ യന്ത്രം ശ്രീചക്രമാണ്. പിന്നെ സുദർശനം, അങ്ങനെ താഴേക്ക് അതൊക്കെ ഓരോ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതിന് കാര്യമാക്കി എടുക്കേണ്ടതില്ല. ചില ആളുകൾ പറയും ശ്രീചക്രമാണ് ഇതിനേക്കാൾ സങ്കീർണ്ണം. പക്ഷേ മുരുകൻ്റെ യന്ത്രം, യഥാർത്ഥ മുരുകൻ്റെ യന്ത്രം, കുമാര മേരുവൊക്കെ ഉണ്ടാക്കുന്ന ആ യന്ത്രം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സങ്കീർണ്ണമാണ്. എൻ്റെ ജാമിതീയമായ ഘടനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞാൽ ശ്രീചക്രമാണ്. അത്ര സങ്കീർണത ടിബറ്റിലും ഇവിടെയൊന്നും കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു നിരീക്ഷണം. നമ്മൾ ഈ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ട് യന്ത്രം ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ രസം അതുപോലെ ഒരു ലോഹമാണ്, മെർക്കുറി. അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ കേട്ടിട്ടുണ്ട് രസം വെച്ചിട്ട് മേരു ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ലിക്വിഡായിട്ടുള്ള ഒരു രസം വെച്ചിട്ട് മേരു ഉണ്ടാക്കുന്നതെന്ന് പറയാമോ? ഇത് സത്യം പറയുകയാണെങ്കിൽ ആളുകൾ രസം അങ്ങനെ സോൾഡിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കട്ടിയാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാത്ത ആളുകളാണ് ദ സോ കോൾഡ് യുക്തിവാദികൾ. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം രസം കട്ടിയാക്കുന്നത്. രസം കട്ടിയാക്കാൻ പറ്റും. രസജലനിധി എന്ന് പറയുന്ന പുസ്തകമുണ്ട്, മൂലശങ്കർ ദ്വിവേദി എഴുതിയൊരു പുസ്തകമാണ് രസജലനിധി. 2 വോളിയായിട്ടൊക്കെ ഉണ്ട്. അതിൽ മെർക്കുറിയൽ ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രസം കട്ടിയാക്കാനും രസത്തിൻ്റെ പലതരത്തിലുള്ള ശുദ്ധീകരണങ്ങളും രസത്തിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രസം കട്ടിയാക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ടഫായിട്ടുള്ള പ്രോസസ്സേ അല്ല. പറയുകയാണെങ്കിൽ രസേശ്വര ഭൈരവതന്ത്രം അങ്ങനെയൊക്കെയുള്ള ടെക്സ്റ്റുകളുണ്ട്. രസജലനിധി, രസചന്ദ്രിക രാജവൈദ്യം എന്ന് പറയുന്നൊരു പുസ്തകം ശ്രീയുത് ഭൈരവനാഥ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രസത്തിൽ ധാരാളം കാര്യങ്ങളാണ്. രസം കട്ടിയാക്കി കഴിഞ്ഞാൽ രസത്തിൽ കാർവ് ചെയ്തിട്ട് മേരു ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് വളരെ സൂക്ഷ്മമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ആളാവണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു കഴിഞ്ഞ മാസം ഒരു മഹാത്മാവിനെ കണ്ടു. എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്, മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് കാണാം. നെച്ചിയിൽ ആയുർവേദം കേട്ടിട്ടുണ്ടോ? കാറൽ മണ്ണ ഉള്ള ഡോക്ടർ ശശികുമാർ. അദ്ദേഹം ഒരു ആയുർവേദ വിഷഗ്വരനാണ്. അതേസമയം രസത്തിൽ വലിയ മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ശിവലിംഗം കണ്ടു ഞാൻ. അപ്പോൾ രസം കൊണ്ടുണ്ടാക്കിയ ലിംഗമാണ്. രസം കൊണ്ടുണ്ടാക്കിയ ഞാൻ ലിംഗം അല്ലാതെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ചെറിയ രൂപത്തിലൊക്കെയാണ്. ഇത് നല്ല മെഷീൻ കട്ട് പോലെ ഭംഗിയായിട്ടുള്ളൊരു ശിവലിംഗം. അദ്ദേഹം തന്നെ കട്ടിയാക്കിയ രസമാണത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഈ രൂപത്തിലാക്കിയെടുത്തത്? അത് ഞാൻ ഇരുന്ന് ശ്രമപൂർവ്വം ചെയ്തെടുത്തതാണ്. അപ്പം അത്രയും ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത്ര സമയമെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ രസമായിട്ട് നേരിട്ട് ഇങ്ങനെ നേരിട്ട് സ്കിൻ കോണ്ടാക്ട് വരരുതെന്നും പറയാറുണ്ട്. അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. രസം ചൂടാക്കി കഴിഞ്ഞാൽ, രസം പുകഞ്ഞാൽ രസം കണ്ണിലൂടെ ആകിരണം ചെയ്യും. അത് ടോക്സിക് ആണ്. ടോക്സിസിറ്റി അല്ല അതിൻ്റെ പ്രശ്നം. ഈ കണ്ണിൻ്റെ ചെറിയ ഇതിൽ കൂടി പോർസിലൂടെയൊക്കെ അത് ഉള്ളിലേക്ക് പോകും. അതുകൊണ്ടാണ് രസം ചൂടാക്കുമ്പോഴൊക്കെ ഓടി രക്ഷപ്പെടണം അവിടെ നിന്ന്. ആ പുക കൊള്ളാൻ പാടില്ല. അത് ഓക്സൈഡായി കഴിഞ്ഞാൽ അടുത്ത് നിൽക്കാൻ പാടില്ല. സൈനഡ് പോലെ പ്രവർത്തിക്കും. അല്ലാതെ രസം നമുക്ക് കയ്യിലൊക്കെ വെക്കാം. മുറിവൊക്കെ ഉണ്ടെങ്കിലാണ്. എന്നാൽ പോലും ഈ പറഞ്ഞ പോലത്തെ അപകടങ്ങൾ ഇല്ല. മുറിവുണ്ടെങ്കിലൊക്കെയാണ് അതിലൂടെ അത് ഡെൻസിറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് അത് ഉള്ളിലേക്കൊക്കെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ രസം ഡീൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രസം ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. രസം ഉപയോഗിക്കുന്നതൊക്കെ കേരളത്തിൽ രസം കിട്ടില്ല. ഇപ്പോൾ പണ്ട് രസം വാങ്ങാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അത് ആളുകൾ കുടിച്ച് ആത്മഹത്യയൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് എന്തോ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ രസത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് പണിയെടുത്താലും രസമേരു ഉണ്ടാക്കാൻ പറ്റും. അത് പറ്റാത്ത കാര്യമൊന്നുമല്ല. അത് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലതൊക്കെ തട്ടിപ്പായിരിക്കും, രസമായിരിക്കില്ല. രസത്തിൽ ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനൊരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ് ആവശ്യം എന്നുള്ളതാണ്. രസം കട്ടിയാക്കാൻ അറിയണം, അതിനൊരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പും വേണം. ഒരിക്കലും അതിനെ ഘരാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ദ്രാവകമാവില്ല. ഒരിക്കലാവില്ല. ഒരു തവണ അത് ഘരായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ദ്രാവകമാവില്ല. ശിവവീര്യം എന്നാണ് രസത്തെക്കുറിച്ച് പറയുക. ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പം ഇത് യുക്തിവാദികൾ ഇത് റീല് കട്ട് ചെയ്തിട്ട് എന്നെ പരിഹസിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം പറയാം. രസം ഒരു അത്ഭുതകരമായ ഒരു വിശേഷപ്പെട്ട വസ്തുവാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ജാമിതിയെക്കുറിച്ച് പറഞ്ഞു, ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യണം. ഇത് എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ശിവൻ ശക്തി, ശിവൻ്റെ മക്കൾ, ശിവശക്തികളുടെ മക്കളായിട്ടുള്ള മുരുകനെയും ഗണപതിയൊക്കെ പറഞ്ഞു. അപ്പം ശിവശക്തിയാത്മകം തന്നെയാണ് ത്രികോണങ്ങൾ ഷഡ്കോണായി വരുന്നതെന്നൊക്കെ പറഞ്ഞു. അതുപോലെ രസം ശിവവീര്യാണ്. അപ്പോൾ ശിവനാണ്. ശിവവീര്യം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ബീജമാണെന്നാണ് പറയുക. ഗന്ധകം സൾഫർ,
ദേവിയുടെ ആർത്തവരക്താണ്. ദേവിയുടെ ആർത്തവരക്താണ്. അബ്രം മൈക്ക, അബ്രം ദേവിയുടെ അണ്ഡമാണ്. രസവും ഗന്ധകവും ചേർന്നാൽ അതിൻ്റെ അകത്തുനിന്ന് കറുത്ത കജലി എന്ന് പറയും, അതാണ് കാളി. കാളിമ ഉണ്ടായി വരും. പല സിന്ദൂരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യും. അപ്പോൾ നോക്കൂ, അവിടെ ലോഹശാസ്ത്രത്തിൽ ശിവനും ശക്തിയുണ്ട്, അതിന് കുട്ടിയായിട്ട് കാളി വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട മെറ്റലാണ് രസം. നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ ശ്രദ്ധ ചെലവഴിച്ചിട്ടുള്ളൊരു മെറ്റലാണ് രസം. അതിൽ രസത്തിനൊരു അത്ഭുതകരമായ സ്വഭാവം ഉണ്ടത്രേ. ഇതെനിക്ക് നേരിട്ടറിയുന്നില്ല, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, നമ്മുടെ ഒരു പരിപാടിക്ക് അദ്ദേഹം സംസാരിച്ചപ്പോഴും പറഞ്ഞു, നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ രസത്തെ വെച്ചാൽ എയർ ടൈറ്റാണ്, രസം പോകാൻ പാടില്ല, പക്ഷേ രസത്തിൻ്റെ മാസ് കുറയുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം രസം ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് പുറത്തു പോകുന്നുണ്ട്. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തു പോകാൻ പറ്റുന്ന ഒരു സാധനം ഫോട്ടോണാണ്. ചില്ലിൻ്റെ പാത്രത്തിലാണ് വെക്കേണ്ടത്. അതെ, അതായത് എയർ ടൈറ്റ്. അതല്ലേ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. അതെന്ത് പാത്രത്തിലാണ് എനിക്ക് അറിഞ്ഞൂടെ, എന്ത് പാത്രത്തിൽ എയർ ടൈറ്റ്, രസത്തിൻ്റെ വെയിറ്റ് കുറയും. അതിനെ രസത്തിൻ്റെ ജീവഗതി എന്ന് പറയാം. എന്ന് വെച്ചാൽ രസത്തിന് മുകളിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ രസത്തിന് നമ്മുടെ ശാസ്ത്രപ്രകാരം രസത്തിന് വ്യക്തികളുടെ മനോനിലയുമായി സിങ്ക്രണൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. രസവുമായി ഇടപെടുന്ന ആളുടെ മനസ്സുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യും രസം. അങ്ങനൊരു സ്വഭാവം രസത്തിനുണ്ട് അത്രേ. രസവൈദ്യം ചെയ്യുന്ന ആളുകൾക്കറിയാം ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ രസം കൊണ്ട് വെപ്പൺസ് ഉണ്ടാക്കുമായിരുന്നു പണ്ട്, രസേശ്വര ഭൈരവതന്ത്ര പ്രകാരം. അതിലൊരു അസ്ത്രത്തിൻ്റെ പേര് പാശുപതാസ്ത്രം എന്നാണ്. അപ്പോൾ അർജുനൻ കിരാതൻ്റെ അടുത്ത് നിന്ന് സ്വീകരിച്ച പാശുപതാസ്ത്രം രസ ഉപയോഗിച്ചിട്ടുള്ളൊരു ഒരു അസ്ത്രമാണ്. രണ്ടാമത്തെ അസ്ത്രം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, സുദർശനാണ്. സുദർശന ചക്രം. ചക്രം. സുദർശന ചക്രത്തിൽ രസം ഉപയോഗിക്കുന്ന പറയുന്നത്. എന്ന് വെച്ചാൽ ആരാണോ സുദർശനം ഉപയോഗിക്കുന്നത് അയാളുടെ മനസ്സിനനുസരിച്ച് സുദർശനം പ്രവർത്തിക്കുന്നതാണ് അതിൽ പറയുന്നത്. അത് എങ്ങനെ നടത്തിയെടുക്കുക എന്നുള്ളതൊക്കെ വേറെ വിഷയം, അതൊക്കെ വിമാനം ഉണ്ടാക്കുന്ന പോലത്തെ പരിപാടിയായിരിക്കും ചിലപ്പം. പക്ഷേ നമ്മൾ ആഴത്തിൽ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ മനസ്സുമായി സിങ്ക്രണൈസ് ചെയ്യുന്നുണ്ട് രസം എന്നുള്ളൊരു തലത്തിലേക്ക് ഭാരതം ചിന്തിച്ചിരുന്നു. ഞാൻ ആ സന്ദർഭം ആലോചിക്കുകയാണ്. ശിശുപാലൻ കൃഷ്ണനെ കളിയാക്കുന്ന സമയത്ത് ഇവനെ എല്ലാവർക്കും പേടിയാവുന്നത്, ഇവൻ മഹാകള്ളനാണ്, ഇവൻ ഗോപികമാരുടെ കൂടെ നടന്നവനാണ്, വ്രജത്തിലെ ഗോപികമാരൊക്കെ പല ആളുകളുടെയും ഭാര്യമാരായിരുന്നു, ഇവൻ അവരെയൊക്കെ പിന്നാലെ കൊണ്ടുപോയവനാണ് എന്നൊക്കെ പറഞ്ഞ് പല ചീത്തകളും വിളിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. അവരൊന്നും ഇവനെതിരെ പറയാത്തത് ഇവൻ്റെ കയ്യിൽ ചക്രമുള്ളതുകൊണ്ടാണ്. ഈ ചക്രം എനിക്കൊരു പേടിയില്ല എന്ന് ശിശുപാലൻ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണൻ സുദർശന ചക്രം അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ശിശുപാലന്. എന്നാൽ നീ എടുത്ത് ഉപയോഗിച്ചു തോന്നുന്നു. ശിശുപാലൻ ഉപയോഗിച്ചാൽ അത് വർക്ക് ചെയ്യില്ല. കൃഷ്ണൻ്റെ മനസ്സ്, അത് കൃഷ്ണൻ്റെ, ഞാൻ മനസ്സിലാക്കുന്നതാണ്, കൃഷ്ണൻ്റെ മനസ്സുമായിട്ടാണ് അത് സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്നത്. ഇനി പുഷ്പക വിമാനത്തിൽ രസം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു ചില പഠനങ്ങൾ, അങ്ങനത്തെ പഠനങ്ങൾ. അതിലൊരു ഭാഗത്ത് രാമായണത്തിലെ മനോഹരമായ സന്ദർഭം, സീത പുഷ്പക വിമാനം ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്ന സമയത്ത് സീത പറയുന്നുണ്ട് ഭയങ്കര തണുപ്പ് എന്ന്. അപ്പോൾ ഉടനെ രാമൻ മനസ്സിൽ പുഷ്പക വിമാനം താഴട്ടെ എന്ന് വിചാരിക്കുമ്പോൾ വിമാനം താഴുകയാണ്. അപ്പോൾ തണുപ്പ് കുറയാണ്. ഇത് അശാസ്ത്രീയാന്നൊക്കെ ആളുകൾക്ക് പറയാം. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്ന സമയത്ത് ഉയരങ്ങളിൽ തണുപ്പാണ്, ഭയങ്കര തണുപ്പുണ്ട് എന്നും അത് താഴേക്ക് വരുന്ന സമയത്ത് തണുപ്പ് കുറയുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ട്. അത് മലയാളികൾക്ക് ഏറെ ബോധ്യമായിരിക്കാം. പക്ഷെ ആ ഒരു സയൻറ്റിഫിക് തോട്ട് അവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ നിർത്തട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെ നിർത്തുന്നുണ്ട്. സീത ഇതായിട്ട് പറയുന്ന, സീത ഈ പ്രശ്നത്തിന് ശേഷം രാമൻ കൂട്ടിക്കൊണ്ടുവരാണല്ലോ. സീത ചെറിയൊരു ദേഷ്യത്തിലാണ്, ഇത്ര ദിവസം കൂട്ടാൻ വന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീത കുറച്ചൊരു ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് സീതയെ ഒന്ന് അടുത്തേക്ക് ചേർത്തിരിക്കാൻ വേണ്ടി രാമൻ ഈ പുഷ്പക വിമാനം ഒന്ന് ഒലയട്ടെ എന്ന് പറയുന്നത് മനസ്സിൽ. ആ സമയത്ത് പുഷ്പക വിമാനം ഒലയും, സീത ഭയപ്പെട്ടിട്ട് രാമനെ ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്.
അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ പറയുന്നത് മനസ്സായിട്ടാണ് ഇത് സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് രസം. രസം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഇത് ഏതെങ്കിലും ദേവതകളായിട്ടൊക്കെ ലിങ്ക് ചെയ്യാം? ശിവൻ തന്നെ. സ്വച്ഛന്ത ഭൈരവനെ പോലെ തന്നെയാണ് രസേശ്വര ഭൈരവൻ. രസേശ്വര ഭൈരവൻ്റെ രൂപവും സ്വച്ഛന്ത ഭൈരവൻ്റെ രൂപവും നോക്കിയാൽ ഒരുപോലെ ഇരിക്കും. മാത്രമല്ല സ്വച്ഛന്ത ഭൈരവന് സകല ഭട്ടാരകൻ എന്നൊരു പേരുള്ള പോലെ വ്യാധി ഭക്ഷകൻ എന്നൊരു പേരുണ്ട്. എല്ലാ വ്യാധികളെയും തിന്നുന്നവൻ, എല്ലാ വ്യാധികളെയും തിന്നുന്ന അപൂർവമായ സിദ്ധൌഷധാണ് രസം. അത് പറയുമ്പോൾ നമുക്കിപ്പോൾ വരുന്ന മരുന്നുകളിലൊക്കെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടാവും മെർക്കുറി ആൻഡ് പാരാബിൻ ഫ്രീ. അപ്പോൾ ഇവിടെ മെർക്കുറി ഉപയോഗിച്ചിട്ട് ചികിത്സയുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതെ, മെർക്കുറി ഹയസ്റ്റ്. ഇപ്പം പല മരുന്നുകൾ, സിദ്ധമകരധ്വജം, വെട്ടുമാറെന്ന് പറയുന്നൊരു ഗുളികയില്ലേ, ആന്റിബയോട്ടിക് പോലെ വർക്ക് ചെയ്യുന്നത്, പനിക്കൊക്കെ. അതിന്റെ പ്രധാന കണ്ടന്റ് എന്താണ് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഇപ്പോൾ ആളുകൾ ഈ മെറ്റൽ പോയ്സണിങ്, ലെഡ് പോയ്സണിങ്, ഇതൊക്കെ ഇപ്പം ഈ ഇടയ്ക്ക് ഞാനൊരു ഇത് കണ്ടു. ഇതൊരു മെറ്റൽ അല്ലേ, ഇതിൽ ശുദ്ധി ആവശ്യമുണ്ടോ? മെറ്റൽ എന്തിനാ ശുദ്ധി ചെയ്യുന്നത്? ഇത് ഓൾറെഡി ഒരു മെറ്റൽ അല്ലേ. എത്രയോ കാലങ്ങളായിട്ട് മെറ്റാലിക് കോമ്പൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രമാണ് സിദ്ധവൈദ്യം. ശുദ്ധി ചെയ്യാതെ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലത്താണ് ഈ സിദ്ധവൈദ്യത്തിൻ്റെ മരുന്നുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് മെറ്റാലിക് പോയ്സണിങ് അടിക്കാൻ തുടങ്ങിയത്. അപ്പം മെർക്കുറി ശുദ്ധി ചെയ്യണം എന്ന് പറഞ്ഞാൽ ശുദ്ധി ചെയ്യണം, ജാരണ ചെയ്യാന്നൊക്കെ പറയും. അതിനെ ശുദ്ധി ചെയ്ത്. അപ്പം എന്താ ശുദ്ധിയാവുന്നത്? അതാണ് ചോദ്യം. അതിൻ്റെ അകത്തുള്ള അതിൽ നമ്മൾ കാണാത്തൊരു മാലിന്യമുണ്ട്. ആ മാലിന്യത്തെ മുഴുവൻ ഒഴിവാക്കി കളയാനുള്ള പലവിധ പച്ചമരുന്നുകൾ ഉപയോഗിച്ച് അത് നിരന്തരം ചർവണം ചെയ്ത് അങ്ങനെയാണത് ഇത് ശുദ്ധിയാക്കി കൊണ്ടുവരുന്നത്. ഈ സിദ്ധർ കൽപ്പമായിട്ട് സേവിക്കുന്നതും രസം മെർക്കുറിയാണല്ലോ. അതെ, അതായത് ശരീരം ശോഷിച്ചു പോവാതിരിക്കാൻ ലോഹസിദ്ധി എന്നാ പറയാ രസത്തെ. ഇപ്പം ശരീരത്തിന് ദേഹസിദ്ധി എന്ന് പറഞ്ഞ കാര്യമുണ്ട്, വജ്രദേഹസിദ്ധി. ശരീരം വജ്രം പോലെ കട്ടിയുള്ളാവുക, ആളെടുത്ത് വെട്ടിയാൽ മുറിയാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതാണ് ലോഹസിദ്ധി. പിന്നെ ദേഹസിദ്ധി, പിന്നെ ലോഹസിദ്ധി. മെർക്കുറിക്ക് ശരീരത്തിന് അമൃതത്വം അല്ലെങ്കിൽ അമരത്വം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ശക്തിക്കാണ് ലോഹസിദ്ധി എന്ന് പറയാം. അതിൻ്റെ ഒരു ടെസ്റ്റ് പെട്ട ഒന്നാണ് ഗോൾഡാക്കാൻ പറ്റുമെന്നുള്ളത്, ആൽക്കമി എന്ന് വിളിക്കുന്ന കാര്യം. പിന്നെയാണ് ദിവ്യദേഹസിദ്ധി. ശരീരത്തിന് ഒളിദേഹസിദ്ധി എന്ന് പറയും സിദ്ധർ. ശരീരം വെളിച്ചം പോലെയായി മാറുക, ആസ്ട്രൽ ബോഡി ആയിട്ട് മാറുക. ആണ് വള്ളലാറിൻ്റെയൊക്കെ കാണുമ്പോൾ മുറി കയറി വായിലടച്ചു, കാണാനില്ല, വെളിച്ചായിപ്പോയി. ഒളിയാണ് എല്ലാം, ലൈറ്റ് ബോഡി, ആസ്ട്രൽ ബോഡി. ദേവൻ എന്ന വാക്കിന് ദിവ് എന്ന ധാതു എന്നല്ലേ, ദിവ് എന്ന് പറഞ്ഞ പ്രകാശം എന്നർത്ഥം. അപ്പോൾ ലൈറ്റ് ബോഡിയുടെ ആളുകളെയാണ് ദേവൻ നമ്മൾ വിളിക്കുന്നത്. കൗതുകകരമായ ഒട്ടേറെ വിഷയങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.